ഇന്ന് ക്രിസ്തുവിനോടൊപ്പം വേദവചന ജ്ഞാനവും പ്രാർത്ഥനയും. ജൂലൈ 2, 2025 ബുധനാഴ്ച. വേദവചന ധ്യാനത്തിനായി. എന്നിൽ നിന്ന് അകന്നുപോയ മായ പിന്തുടർന്ന് മായയായി മാറിയ എന്റെ അനീതിയാണ് നീ എന്നിൽ കണ്ടെത്തിയത്. യിരെമ്യാവ് 2 അധ്യായം 6 വാക്യം. അബദ്ധവശാൽ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നതിനും മനഃപൂർവ്വം അത് പിന്നിൽ ഉപേക്ഷിക്കുന്നതിനും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ പുറത്തു പോകുമ്പോൾ പലപ്പോഴും മറക്കും, എന്റെ സെൽഫോൺ ഞാൻ പിന്നിൽ ഉപേക്ഷിക്കും. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ പലപ്പോഴും വിളിച്ച് ഞാൻ എവിടെയാണെന്ന് കണ്ടെത്തും, ഒരു സ്ത്രീ പറഞ്ഞു. ആ സ്ത്രീ മനഃപൂർവ്വം തന്റെ ഫോൺ പിന്നിൽ ഉപേക്ഷിച്ചതിന് ഒരു കാരണം ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ? ഇവിടെ ദൈവം ഒരു ചോദ്യം ഉന്നയിക്കുന്നു. അവന്റെ ജനം അവന്റെ അത്ഭുതകരമായ വഴികളിൽ നിന്ന് അകന്നുപോയി മായ പിന്തുടർന്ന് വ്യർത്ഥരായിത്തീർന്നതിന് എന്റെ അനീതിയാണ് അവനിൽ കണ്ടെത്തിയത്. യിസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയതിന് തീർച്ചയായും ഒരു കാരണമുണ്ടായിരുന്നു. മരുഭൂമിയിൽ അലഞ്ഞു നടന്നവർ ഒരു സമ്പന്നമായ സ്ഥലത്ത് എത്തിയപ്പോൾ ദൈവത്തെ മറന്നു. അവർ മറ്റ് ദൈവങ്ങൾക്ക് ദൈവത്തിന് മാറ്റവും നൽകി. മരുഭൂമിയിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും അവസാനിച്ചപ്പോൾ അവരും ദൈവത്തിൽ നിന്ന് അകന്നു. കനാനിലേക്ക് അവരെ നയിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. പക്ഷേ അവർ ആ ഉദ്ദേശ്യം മറന്നു, വഴികൾ മാറ്റി. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നിരവധി ദിവ്യ നിർദ്ദേശങ്ങൾ അനുഭവിച്ചിട്ടുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അഭിവൃദ്ധിയും സുഖസൗകര്യങ്ങളും നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നുണ്ടോ? ലൗകിക കാര്യങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ ഉദ്ദേശ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വഴുതിപ്പോകാൻ നാം അനുവദിക്കുകയാണോ? ആശ്വാസത്തിന് പിന്നാലെ ഓടരുത്, അത് ആകാശത്തെ സ്പർശിക്കും, ഒരു ഭക്തൻ പാടി. ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും നമ്മൾ ആസ്വദിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശ്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഒരു പ്രത്യേക കുടുംബത്തിൽ നമ്മുടെ ദൈവം നമുക്ക് ജന്മം നൽകിയത് എന്തിനായിരുന്നു? ഇത്രയധികം പദവികൾ നൽകിയത് എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് ലഭിക്കാത്ത നിരവധി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെറുതെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യാം. പ്രാർത്ഥന എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമായി എന്നെ വിളിച്ചവനെ, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവ് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.